BA, BSc, BCom എന്നിവ ഇലിമിനേഷൻസ് എന്ന പുസ്തകത്തിലെ ഇംഗ്ലീഷ് ബുക്കിലെ ഒന്നാമത്തെ ലെസൺ ആണ് 3 Days to See, and it is a lesson by Helen Adams Keller. അതിൽ എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ യുവർ പെർസ്പെക്റ്റീവ് ഓഫ് ഹെലൻ കെല്ലർ ആസ് എ ലവർ ഓഫ് നേച്ചർ. ഹെലൻ കെല്ലർ ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് പറയുക. ഹെലൻ കെല്ലർ, who could not see the world with her eyes, learned to see it through her touch and her imagination. വസ്തുക്കളെ സ്പർശിച്ചുകൊണ്ടും പിന്നെ ഭാവനയിലുമാണ് കണ്ണു കാണാൻ കഴിയാത്ത ഹെലൻ കെല്ലർ ലോകത്തെ മനസ്സിലാക്കിയത്. ഫ്രം വാട്ട് ഷീ ഹാഡ് റെഡ് ആൻഡ് ഹേർഡ്, പിന്നെ എന്തൊക്കെയാണ് വായിച്ചതും കേട്ടതും. ആൻഡ് ഓൾസോ ഷീ മെയ്ഡ് എ മെന്റൽ പിക്ചർ ഓഫ് ദ വേൾഡ് അറൗണ്ട് ഹെർ. അവൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരു മാനസിക ചിത്രം അവൾ രൂപപ്പെടുത്തിയെടുത്തു. As she could not see the shape and beauty of things, she became a great lover of nature than those who have eyes to see. പിന്നെ വസ്തുക്കളുടെ രൂപം കണ്ണുകൊണ്ട് ദർശിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവയുടെ സൗന്ദര്യം ഒരുപക്ഷെ അവൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അവൾ പ്രകൃതിയുടെ ഒരു വലിയ സ്നേഹിയായി മാറി, കാണാൻ കണ്ണുള്ളവരെക്കാൾ കൂടുതലായിട്ട്. The essay gives an exciting account of Helen Keller's mental vision of the beauty of the world. ഈ ലോകത്തിന്റെ സൗന്ദര്യം തിരിച്ചറിയാനായിട്ട് ഹെലൻ കെല്ലറുടെ ആ മാനസിക ഭാവനാ സമ്പന്നത എപ്രകാരം ഉപകരിച്ചു എന്നതിനെ കുറിച്ച് ഒരു ആഹ്ലാദകരമായ അനുഭവമായി, ഒരു വിവരണമായി ഈ പാഠം മാറുന്നു. Once she asked a friend who came after a stroll in a wood what she had observed there. ഒരിക്കൽ തൻ്റെ ഒരു കൂട്ടുകാരി ഒരു വൃക്ഷത്തോപ്പ് കാണാൻ പോയി കറങ്ങി വന്നതിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ അവൾ ആ കൂട്ടുകാരിയോട് ഹെലൻ ചോദിച്ചു, എന്താണ് നീ അവിടെ ഒബ്സർവ് ചെയ്തത്, നിരീക്ഷിച്ചത്, കണ്ടറിഞ്ഞത്? കൂട്ടുകാരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ദ റിപ്ലൈ വാസ് നത്തിങ് ഇൻ പർട്ടിക്കുലർ. പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടതില്ല. ദാറ്റ് വുമൺ ഹാഡ് എ ഡൾ ഇമാജിനേഷൻ. ആ സ്ത്രീക്ക് ഒരു മോശം ഭാവനാ സമ്പന്നതയായിരുന്നു ഉണ്ടായിരുന്നത്. ഹെർ ഐസ് വെർ യൂസ്ലെസ്. അവരുടെ കണ്ണുകൾക്ക് പ്രയോജനമില്ലാത്തവയായിരുന്നു. ഓർ ഹെർ ആറ്റിറ്റ്യൂഡ് വാസ് നെഗറ്റീവ്. അല്ലെങ്കിൽ അവരുടെ മനോഭാവം നെഗറ്റീവ് ആയിരുന്നു. How can a person fail to see the beauty of trees and plants? മരങ്ങളുടെയും ചെടികളുടെയും സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ ഒരാൾ എങ്ങനെയാണ് പരാജയപ്പെട്ടു പോവുക? The leaves, the flowers, even the bark of the trees and branches. ഇലകളുടെയും പൂക്കളുടെയും, എന്തിനധികം മരങ്ങളുടെ തോല് പോലും അതിൻ്റെ ശാഖകൾ പോലും കാണാൻ സുന്ദരങ്ങളല്ലേ. ഹെലൻ കെല്ലർ എക്സ്പ്ലെയിൻസ് ഹൗ ഷീ വിൽ എൻജോയ് ദ വുഡ്സ്. ഹെലൻ കെല്ലർ വിശദീകരിക്കുന്നു വൃക്ഷത്തോപ്പുകളെ എപ്രകാരമാണ് താൻ ആസ്വദിക്കുന്നത് എന്ന്. ഐ ഫീൽ ദ ഡെലിക്കേറ്റ് സിമെട്രി ഓഫ് എ ലീഫ്. ഒരു ഇലയുടെ വളരെ സുതാര്യവും വളരെ നേർത്തതുമായ ആ സമമിതിയുടെ ആകാരം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടറിയുന്നു, അകക്കണ്ണിൽ ദർശിച്ചറിയുന്നു. ദ സ്മൂത്ത് സ്കിൻ ഓഫ് ദ സിൽവർ ബിർച്ച്. അതുപോലെ തന്നെ ആ സിൽവർ ബിർച്ച് മരത്തിൻ്റെ തോല് എത്ര മിനുസമുള്ളതാണ്, അതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓർ ദ റഫ് ഷാഗി ബാർക്ക് ഓഫ് എ പൈൻ. അല്ലെങ്കിൽ ഒരു പൈൻ മരത്തിൻ്റെ വളരെ പരുക്കനായ തോലും അതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എ ബഡ് ഓഫ് ലീഫ് ഓർ ഫ്ലവർ ടു ഹെർ ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് അവേക്കനിങ് നേച്ചർ ഇൻ സ്പ്രിംഗ്. ഹെലനെ സംബന്ധിച്ച് ഒരു പൂമൊട്ടോ ഒരു ഇലനാമ്പോ ആദ്യത്തെ പ്രകൃതിയുടെ വസന്തത്തിന്റെ ഉണർവിന്റെ സൂചനകളാണ്. ഷീ ഫീൽസ് ദ ഡിലൈറ്റ്ഫുൾ വെൽവെറ്റി ടെക്സ്ചർ ഓഫ് എ ഫ്ലവർ. ഒരു പൂവിൻ്റെ വെൽവെറ്റ് പോലുള്ള അതിൻ്റെ ടെക്സ്ചർ അവൾ അനുഭവിച്ചറിയുന്നത് ഒരു വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള കൺവല്യൂഷൻസിലൂടെയാണ് എന്ന് പറയുകയാണ്. കോംപ്ലിക്കേറ്റ് ആൻഡ് ഇൻട്രിക്കേറ്റ് ഡിസൈൻസ്, ഇതിനെക്കുറിച്ചൊക്കെ അവൾ അനുഭവിച്ചറിഞ്ഞ ആഹ്ലാദം അറിഞ്ഞവളാണ് എന്ന് പറയുന്നു. ഷീ പ്ലേസ്ഡ് ഹെർ ഹാൻഡ് ജെന്റ്ലി ഓൺ എ സ്മോൾ ട്രീ. അവളുടെ കരം ഒരു വൃക്ഷത്തോപ്പിൽ ഒരു മരത്തിൻ്റെ മേലെ സ്പർശിച്ചു വെച്ചതിന് ശേഷം ആൻഡ് ഫെൽറ്റ് ദ ഹാപ്പി ക്യുവർ ഓഫ് ബേർഡ്സ് ഇൻ ഫുൾ സോങ്. നിറയെ മനസ്സ് നിറഞ്ഞ് പാടുന്ന പക്ഷികളുടെ ആ പക്ഷിക്കൂട്ടങ്ങളെയാണ് ക്യുവർ എന്ന് പറയുന്നത്. ക്യുവർ ഓഫ് ബേർഡ്സ്, അതിൻ്റെ ആഹ്ലാദ സംഗീതം ആസ്വദിച്ചതായി പറയുന്നു. ഷി ക്യാൻ ഫീൽ ദ കൂൾ വാട്ടേഴ്സ് ഓഫ് ബ്രൂക്ക് റഷിംഗ് ത്രൂ ഹെർ ഓപ്പൺ ഫിംഗേഴ്സ്. ഒരു കൊച്ചരുവി, ഒരു വനപാതയിലൂടെ ഒരു ഒഴുകി വരുന്ന കൊച്ചരുവിയുടെ ആ കളകളാരവം മുഴക്കി വരുന്ന ആ വെള്ളത്ത് അവൾ തൻ്റെ തുറന്ന കൈവിരലുകൾക്കിടയിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ തണുപ്പും ഒക്കെ. ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ അരുവിയെയാണ് പറയുന്നത്. തുടർന്ന് പറയുന്നു,
To her, lush carpet of fine needles or spongy grass is more welcome than the most luxurious Persian rug. അവളെ സംബന്ധിച്ച് to her, a lush carpet of pine needles, പൈൻ മരത്തിന്റെ നീളമുള്ള നാര് പോലുള്ള ഇലകള് അത് വീണ് കിടക്കുന്നത്, അതിന്റെ സമൃദ്ധി തഴച്ചു വളരുന്ന ലഷ് ആയിട്ടുള്ള ഒരു കാർപ്പറ്റ് അത് താഴെ വീണ് കിടക്കുന്ന അവസ്ഥ, അത് അതിലൂടെ ചവിട്ടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ചി ഗ്രാസ് പോലെയാണ്. ഇസ് മോർ വെൽക്കം, അത് കൂടുതൽ ആഹ്ലാദകരമാണ്. ദാൻ ദ മോസ്റ്റ് ലക്ഷറിയസ് പേർഷ്യൻ റഗ്, ഏറ്റവും ആഡംബരമായ പേർഷ്യൻ പട്ടുപരവതാനിയേക്കാൾ തനിക്ക് സുഖം പകരുന്നത് ആ പൈൻമരത്തിന്റെ സൂചി പോലുള്ള ഇലകൾ വീണ് കിടക്കുന്ന പരവതാനിയാണെന്ന് പറയാണ്. ദ പേജന്റ് ഓഫ് ദ സീസൺസ് ഈസ് എ ബ്രില്യന്റ് ആൻഡ് അൺഎൻഡിങ് ഡ്രാമ. ഇനി കാലങ്ങളുടെ ഋതുഭേദങ്ങളുടെ ആ ഒന്നിനു പിറകെ ഒന്നായുള്ള കടന്നുവരവുണ്ടല്ലോ, ആ പരേഡ് ഉണ്ടല്ലോ, അതാണ് പേജന്റ് എന്ന് പറയുക. അതായത് മുഴുവൻ ചമയങ്ങളോടും കൂടിയ കടന്നുവരവിനെയാണ്, ഒരുപക്ഷെ ഒരു കാർണിവൽ പോലെ ഉള്ള ആ ചമയങ്ങൾ അണിഞ്ഞുള്ള കടന്നുവരവിനെയാണ് പേജന്റ് എന്ന് പറയുക. ഇറ്റ്സ് എ ബ്രില്യന്റ് ആൻഡ് അൺഎൻഡിങ് ഡ്രാമ, അത് അതിസുന്ദരമായ അവസാനമില്ലാത്ത നാടകമല്ലേ. ദി ആക്ഷൻ ഓഫ് വിച്ച് സ്ട്രീംസ് ത്രൂ ഹെർ ഫിംഗർ ടിപ്സ്, അതുപോലെ തന്നെ ആ വസന്തത്തിന്റെയും ഹേമന്തത്തിന്റെയും മഞ്ഞുകാലത്തിന്റെയും മഴക്കാലത്തിന്റെയും പ്രവർത്തനങ്ങൾ തന്റെ കൈവിരലുകളിലൂടെ താൻ അനുഭവിച്ചറിഞ്ഞതല്ലേ എന്നുകൂടി ഹെലൻ ഓർമ്മിക്കുന്നു. We wonder at the thrill and intimacy of the minute descriptions and how they appeal to the senses of even the dullest human being. നമ്മൾ അതിശയിച്ചു പോകുന്നു ഈ ഹെലൻ കെല്ലറുടെ ഈ ആഹ്ലാദം ജനിപ്പിക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള വിവരണങ്ങൾ, വളരെ ഇന്റിമസിയോടുകൂടിയുള്ള സൂക്ഷ്മാംശങ്ങളുടെ മൈന്യൂട്ട് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഹൗ ദേ അപ്പീൽ ടു ദ സെൻസസ് ഓഫ് ഈവൻ ദ ഡള്ളസ്റ്റ് ഹ്യൂമൻ ബീയിങ്. ഏറ്റവും വിരസനായ മനുഷ്യജീവിയുടെ അന്തരാത്മാവിനെ പോലും ആകർഷിപ്പിക്കുന്ന രീതിയിലല്ലേ വിവരണങ്ങൾ പോകുന്നത്. ഹെലൻ കെല്ലർ ഹെർസെൽഫ് വണ്ടേഴ്സ് ഇഫ് ഷീ ക്യാൻ ഗെറ്റ് സോ മച്ച് പ്ലഷർ ഫ്രം മിയർ ടച്ച്. വെറുതെ വസ്തുക്കളെ തൊടുമ്പോൾ ഇത്രയധികം ആഹ്ലാദം തനിക്ക് കിട്ടുമെങ്കിൽ ഹെലൻ അത്ഭുതപ്പെടുകയാണ്. ഹൗ മച്ച് മോർ ബ്യൂട്ടി വിൽ ബി റിവീൽഡ് ബൈ സൈറ്റ്. കാഴ്ച എന്ന അനുഭവം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൂടുതൽ അധികമായ സന്തോഷമായിരിക്കും, ആഹ്ലാദമായിരിക്കും എനിക്കുണ്ടാവുക എന്ന്. The pity is that, കഷ്ടം ഇതാണ്, അതായത് those who have eyes see little, കണ്ണുകളുള്ളവർ വളരെ കുറച്ചു മാത്രമേ കാണുന്നുള്ളൂ. The panorama of color and action which fills the world is taken for granted. ഈ വർണ്ണശബളിമയുടെയും ഈ പ്രവർത്തന നിരതയുടെയും ഈ സുന്ദര ലോകത്തിന്റെ ആ മനോഹാരിത ഈ ലോകത്തിൽ നിറയുമ്പോൾ പലരും അത് വെറും നിസാര കാര്യമായി കാണുന്നു. ഇതിലൊക്കെ എത്തിരിക്കുന്നു എന്ന രീതിയിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന മനോഭാവത്തിലാണ് ആളുകൾ ഇതിനെ കാണുക. ഇറ്റ് ഈസ് എ പിറ്റി ദാറ്റ് ഇൻ ദ വേൾഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ ഈ ലോകത്തിൽ ദ ഗിഫ്റ്റ് ഓഫ് സൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മിയർ കൺവീനിയൻസ് ദാൻ as a means of adding fullness to life. ഈ പ്രകാശത്തിന്റെ ഈ ലോകത്തില് ഈ പ്രകാശം, കാഴ്ച എന്ന് പറയുന്ന സുന്ദരാനുഗ്രഹം വാസ്തവത്തിൽ എന്താണ്? ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം, വെറും സൗകര്യം മാത്രമായി അതിനെ തിരിച്ചറിഞ്ഞ് കടന്നു പോകുന്നു മനുഷ്യർ എന്നത് ഒരു വലിയ കഷ്ടമായിട്ട് ഹെലന് തോന്നുകയാണ്. തുടർന്ന് പറയുകയാണ്, ബ്യൂട്ടി എക്സിസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. മരങ്ങളുടെയും ചെടികളുടെയും ലോകത്തിൽ മാത്രമല്ല സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത്. ഇറ്റ് ഈസ് സുപ്രീം ഓൺ ദ ഫേസ് ഓഫ് എ മാൻ ഇൻ ദ ഇന്നസെന്റ് സ്മൈൽ ഓഫ് എ ബേബി. ഒരു മനുഷ്യന്റെ മുഖത്തും ആ സൗന്ദര്യമുണ്ടെന്ന് പറയുകയാണ്. ഒരു നിഷ്കളങ്കമായി ചിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സിലും സൗന്ദര്യമുണ്ടെന്ന് പറയാൻ. ഇൻ ദ ഒബീഡിയന്റ് ലുക്ക് ഓഫ് എ ഡോഗ്, പിന്നെ ഒരു നായയുടെ അനുസരണയുള്ള ആ നോട്ടത്തിനുണ്ട് സൗന്ദര്യം. ഇൻ ദ സ്മോൾ തിങ് ദാറ്റ് ഫിൽ എ റൂം, ദ വാൾ പിക്ചർ, ഒരു കൊച്ചു മുറിക്കുള്ളിൽ നിറയുന്ന ഒത്തിരി വസ്തുക്കളില്ലേ, അവിടുത്തെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന വാൾ പിക്ചറില്ലേ, അവിടുത്തെ കാർപ്പറ്റില്ലേ, ഇതിലൊക്കെ സൗന്ദര്യമില്ലേ. ദേ ആർ വാട്ട് മേക്ക് എ ഹൗസ് എ ഹോം. ഇതൊക്കെ ചേരുമ്പോഴാണല്ലോ ഒരു വീട് ഒരു ഭവനമാകുന്നത്. ദിസ് ഈസ് എ ബ്യൂട്ടി ഇൻ ദ കൈൻഡ്നെസ് ആൻഡ് ദ ജെന്റിൽനെസ് ഓഫ് പീപ്പിൾ. There is a beauty in the kindness and gentleness of people. ആളുകളുടെ ദയാവായ്പില്, ആളുകളുടെ ദീനാനുകമ്പയില്, മാന്യമായ പെരുമാറ്റത്തിലൊക്കെ സൗന്ദര്യമില്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് തൻ്റെ പ്രിയ ടീച്ചറെ ഓർമ്മിക്കുകയാണ്, ആനി സുലിവൻ മാസി, ഹെലൻ കെല്ലറുടെ പ്രിയപ്പെട്ട ടീച്ചർ. ഇഫ് ഹെലൻ കെല്ലർ ഗെറ്റ്സ് സൈറ്റ്, ദ ഫസ്റ്റ് തിങ് ഷീ വിൽ ലുക്ക് അപ്പോൺ വിൽ ബി ദ ഫേസ് ഓഫ് ഹർ ടീച്ചർ. തനിക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ താൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ
അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രിയപ്പെട്ട ടീച്ചറുടെ മുഖമായിരിക്കും ആനി സുലിവൻ മേസി, ഹു ലവ്ഡ് ഹർ സോ ഡീപ്ലി. അത്രയധികം തന്നെ സ്നേഹിച്ചിരുന്നു അവർ. ഹെർ ഫേസ് വിൽ റിഫ്ലക്റ്റ് ഹെർ സിമ്പത്തറ്റിക് ടെൻഡർനെസ്. അതെ, അരുമയായ ആ സഹാനുഭൂതിയോടെ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ മുഖമൊന്ന് കാണുക എന്ന് പറയുന്നത്. ആൻഡ് പേഷ്യൻസ്, അവരുടെ ക്ഷമ. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഹെർ ക്യാരക്ടർ, അവരുടെ സ്വഭാവ മഹിമ. ഇതെല്ലാം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരിക്കും എന്ന് പറയുകയാണ്. ഇഫ് ദ വേൾഡ് ഈസ് ബ്യൂട്ടിഫുള്ളി ബൈ ഇറ്റ്സെൽഫ്, മാൻ ഹാസ് മെയ്ഡ് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. ലോകം സ്വയം സുന്ദരമാണെങ്കിൽ കൂടിയും മനുഷ്യന് അതിനെ കൂടുതൽ സുന്ദരമാക്കി തീർത്തിരിക്കുന്നു. ബൈ ഹിസ് ആർട്ട് ആൻഡ് ഇമാജിനേഷൻ, അവന്റെ കലാസൃഷ്ടികളാൽ, അവന്റെ ഭാവനയാൽ അതിനെ കൂടുതൽ സുന്ദരമാക്കി തീർത്തിരിക്കുന്നു. ദ പിക്ചേഴ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് മെൻ, മൈക്കലാഞ്ചലോയെ പോലുള്ള മഹാരഥന്മാരായ ശില്പികളുടെയും കലാകാരന്മാരുടെയും, ലയനാർഡോ ഡാവിഞ്ചിയെ പോലുള്ളവരുടെ, ടൈറ്റന്റെ പോലുള്ള ചിത്രകാരന്മാർ, റെംബ്രാൻഡിനെ പോലുള്ള നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകാരന്മാർ, എല്ലാവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ആർ ഇമോർട്ടൽ മോണുമെന്റ്സ് ഓഫ് മാൻസ് ക്രിയേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ആൻഡ് അനിമൽ ലൈഫ്. പ്രകൃതിയുടെ, മനുഷ്യന്റെ, പക്ഷികളുടെ, മൃഗങ്ങളുടെയൊക്കെ ജീവലോകത്തിന്റെ ആകപ്പാടെയുള്ള സൗന്ദര്യത്തിന്റെ സർഗാത്മകമായ വ്യാഖ്യാനങ്ങളുടെ അനശ്വര സ്മാരകങ്ങൾ, ഇമോർട്ടൽ മോണുമെന്റ്സ് ആയിട്ട് ഈ കലാകാരന്മാരുടെ ശില്പങ്ങളും ചിത്രങ്ങളും മാറുന്നു എന്ന് പറയുകയാണ്. റെംബ്രാൻഡിന്റെ ചിത്രവും ടൈറ്റന്റെ ഒരു ചിത്രവുമാണ് ഇവിടെ കാണുക. ദ വാസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് ആർട്ടിഫാക്ട്സ്, ദ ന്യൂയോർക്ക് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് പ്രസന്റ് എ condensed version of the history of the world and the world created by man. ഇനി പറയുകയാണ്, ഒത്തിരി കലാമൂല്യമുള്ള വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ന്യൂയോർക്കിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഒരു കാര്യം. രണ്ട്, അതുപോലെ തന്നെയാണ് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട്. ഇതൊക്കെ എന്താണ് നൽകുന്നത്? ചരിത്രത്തിന്റെ ഇത്ര കാലത്തെയും അനാദി വിദൂര 10, 20,000, 30,000 വർഷം പിറകോട്ടുള്ള ദിനോസറുകളുടെ കാലം മുതലുള്ള ചിത്രങ്ങളും ചരിത്രങ്ങളും അവിടെയൊക്കെ നിർമ്മിച്ച് പുനഃസൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ കണ്ടൻസ്ഡ് വെർഷനാണ് ചരിത്രത്തെ ആ മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. She can feel the spirit of Greece, of Rome, and of ancient Egypt by her hand. ആ ഗ്രീസിന്റെയും റോമിന്റെയും പുരാതന ഈജിപ്തിന്റെയും ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ജീവചൈതന്യമുണ്ടല്ലോ, ആവാഹിക്കാൻ ഹെലൻ കെല്ലറിന് കഴിയുന്നുണ്ട് അവരുടെ കരസ്പർശത്താൽ. ആ ശില്പങ്ങളിന്മേൽ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ആ മെനഞ്ഞെടുത്ത ശില്പങ്ങളിലൂടെ കൈവിരൽ ഓടിക്കുമ്പോൾ എന്ന് ഹെലൻ പറയുകയാണ്. ദ സ്റ്റാച്യൂസ് ഓഫ് വീനസ്, വീനസ് ദേവതയുടെ സ്റ്റാച്ചു, അപ്പോളോ ദേവന്റെ സ്റ്റാച്ചു, മോസസിന്റെ, ബൈബിൾ കഥാപാത്രമായ മോസസിന്റെ പ്രതിമ, അതുപോലെ തന്നെ ഹോമറുടെ ഇലിയഡ്, ഒഡീസി എന്നീ ഇതിഹാസങ്ങൾ എഴുതിയ ഹോമറുടെ, അന്തകവിയായ ഹോമറുടെ പ്രതിമ, ഇതൊക്കെ. ആൻഡ് ദ ഗോത്തിക് വുഡ് കാർവിങ്സ്, ഗോത്തിക് ദേവാലയങ്ങളിലുള്ള മരത്തിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ. അൺറാവൽ ഹൗ മാൻ ഹാസ് റൈവൽഡ് നേച്ചർ ഇൻ ദ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ തിങ്സ്. മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിയോട് മത്സരിച്ചിരിക്കുന്നത് എന്ന്, മനോഹരമായ സുന്ദരമായ വസ്തുക്കളുടെ സർഗാത്മക രചനയിൽ പ്രകൃതിയോട് മനുഷ്യൻ എങ്ങനെ മത്സരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The huge spires of the skyscrapers in New York, monuments made in steel. ന്യൂയോർക്കിലുള്ള അൻപരചുംബികളായിട്ടുള്ള മഹാഗോപുരങ്ങൾ, അതിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങൾ, അതുപോലെ തന്നെ ഒരിക്കൽ നിർമ്മിച്ചിട്ടുള്ള മഹാസ്മാരകങ്ങൾ, മോണുമെന്റ്സ് ആൻഡ് റോക്ക്, പിന്നെ പാറയിൽ ഉണ്ടാക്കിയിട്ടുള്ളവ, വിൽ ബി എ വണ്ടർ ടു ദ ഗോഡ്സ് ദംസെൽസ്, ദൈവങ്ങൾക്ക് തന്നെ ഒരു അതിശയമായി തീരുമെന്ന് പറയുകയാണ്. തുടർന്ന് പറയുകയാണ് ഹെലൻ കെല്ലർസ് ലവ് ഓഫ് ബ്യൂട്ടി ടേക്സ് ഹെർ ത്രൂ ദ ഗാർഡൻസ് ഓഫ് ലോങ് ഐലൻഡ്. ലോങ് ഐലൻഡിലെ മനോഹര പൂന്തോട്ടങ്ങളിലേക്ക് ഹെലൻ കെല്ലറുടെ പ്രകൃതി സൗന്ദര്യ സ്നേഹം അവളെ കൊണ്ടുപോവുകയാണ്. അവിടെ മുതൽ പിന്നെ അങ്ങോട്ട് to the slums and factories of Park Avenue, പാർക്ക് അവന്യൂവിലെ ചേരികളിലേക്കും അവളുടെ ശ്രദ്ധ കടന്നു പോകുന്നുണ്ട്. Even the slight sights of human misery add more meaning to the world in which we live. പിന്നെ മനുഷ്യന്റെ ദുരിതങ്ങളുടെ കാഴ്ചകളും, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ മനുഷ്യന്റെ ദുരിതങ്ങളുടെ കാഴ്ചകളും അർത്ഥം നൽകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്. They are the counterpart of a beautiful meadow or a green farmland. ഒരു മനോഹരമായ പച്ചപ്പുൽത്തകടിയോ അല്ലെങ്കിൽ ഒരു വയലിൽ കർഷകൻ നിലമുഴുന്ന ആ മനോഹര ദൃശ്യമോ അടങ്ങുന്ന ഒരു സീനറിയോ, ഫ്ലോവിംഗ് ഹോഴ്സസ് ആൻഡ് ടോയിലിംഗ് മെൻ, നിലമുഴുന്ന കുതിരകളോ അല്ലെങ്കിൽ അവിടെ വയലിൽ അധ്വാനിക്കുന്ന മനുഷ്യരുടെയോ ഒക്കെ മനോഹരമായ ദൃശ്യത്തിന്റെ മറ്റൊരു വശമാണ് ഈ ചേരികൾ എന്ന് പറയുകയാണ്.
അന്ന് വീട്ടിൽ ചെലപ്പോ 15 ദിവസം